നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെറ്റുകൾ സംഭവിക്കാം, ഞാൻ ദൈവമല്ല മനുഷ്യനാണ്. ആദ്യമായി ഒരു പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഈ മറുപടി. ദക്ഷിണേന്ത്യയിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽപ്പെട്ടയാളാണ് താൻ. രാഷ്ട്രീയം ഒരു വൃത്തികെട്ട കളിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ഒരു വിശ്വാസം ജനങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരോട് അങ്ങേക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് നിഖിൽ കാമത്തിൻ്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭാഷണം നടത്തില്ലായിരുന്നു. ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി. ആദ്യമായി ഒരു പോഡ്കാസ്റ്റ് മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെറോദ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത് ഹോസ്റ്റ് ചെയ്യുന്ന പീപ്പിൾ ബൈ WTF എന്ന പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെട്ടത്. നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രി ഇതിൽ പ്രതിപാദിക്കുന്നു. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ സംവിധാനമാണ് ഇന്ത്യയുടെ UPI എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥികളെത്തുമ്പോൾ അവർ അത്ഭുതത്തോടെ ഈ സംവിധാനം നോക്കിക്കാണുന്നു. എങ്ങനെയാണ് UPI വർക്ക് ചെയ്യുന്നത് എന്നവർ ആശ്ചര്യത്തോടെ തിരക്കുന്നു. ഫിൻടെക്കിൻ്റെ ലോകത്ത് സാങ്കേതികവിദ്യയെ എങ്ങനെ ജനാധിപത്യവൽക്കരിക്കാം എന്നതിൻ്റെ വലിയ ഉദാഹരണമാണിത്. ഇത് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മികച്ച മാതൃകയാണ്. വെറും 30 സെക്കൻഡ് കൊണ്ട് 100 ദശലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് സാധിക്കും. വെറും 30 സെക്കൻഡിൽ 130 ദശലക്ഷം സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് സബ്സിഡി അയക്കാൻ എനിക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് ജൻധൻ അക്കൗണ്ട് നിലവിൽ വന്നതെന്നറിയാമോ? അഴിമതി കാരണം. ശതകോടികളാണ് അഴിമതിയിലൂടെ പലരും തട്ടിയെടുത്തത്. അതെല്ലാം ഇന്നില്ലാതായിരിക്കുന്നു. സാങ്കേതികവിദ്യയെ മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന് ഇന്ത്യ ഉപയോഗിക്കുന്നു. UPIയിലേക്ക് നോക്കിയാൽ അത് ലോകത്തിനാകെ ഒരു അത്ഭുതം. മോദിയും നിഖിൽ കാമത്തും തമ്മിലുള്ള പോഡ്കാസ്റ്റ് ഇതിനകം തന്നെ 22,50,000 ആളുകൾ യൂട്യൂബിൽ കണ്ടുകഴിഞ്ഞു. 2 മണിക്കൂർ നീണ്ട തന്റെ പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി കുട്ടിക്കാലം, സുഹൃത്തുക്കൾ, അപകട സാധ്യതകൾ, യുവാക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തുടങ്ങി നിരവധി വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. തുടക്കത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഇതെന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. ഇത് നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. കുട്ടിയായിരുന്നപ്പോൾ തനിക്കും ഉത്കണ്ഠകളുണ്ടായിരുന്നുവെന്ന് മോദി പറഞ്ഞു. ദൈവം എനിക്കായി വാതിലടച്ചിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിച്ചു. കുട്ടിക്കാലത്ത് താൻ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ എൻ്റെ അധ്യാപകരിൽ ഒരാളായ ഫേൽജിഭായ് ചൗധരി എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹം എൻ്റെ പിതാവിനോട് പറഞ്ഞു, അവൻ വളരെ കഴിവുള്ളവനാണ്, പക്ഷേ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ബാല്യകാല സുഹൃത്തുക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനും വ്യക്തതയുള്ള ഉത്തരമാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എനിക്കെല്ലാവരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീടും എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിരുന്നു. അലഞ്ഞു തിരിയുന്നൊരു മനുഷ്യനെ പോലെ ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചു. എല്ലാവരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ എൻ്റെ പഴയ ക്ലാസ് സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ പഴയ ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുൻപ് അവർക്കൊപ്പം താമസിച്ചിരുന്നയാളാണ് താനെന്ന് അവരെ ഒന്ന് കാണിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. ആ നിമിഷങ്ങളിൽ വീണ്ടും ജീവിക്കാൻ താൻ ആഗ്രഹിച്ചു. കുട്ടിക്കാലത്തൊപ്പമുണ്ടായിരുന്ന 30-35 ആളുകൾ അവിടെ എത്തി. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പഴയ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അവരെന്നെ ഒരു മുഖ്യമന്ത്രിയായി കാണുന്നു. ഞാൻ അന്വേഷിക്കുന്നതും ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിക്കാൻ. ഇനി 2 എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ തൻ്റെ 3 ടേമുകളെക്കുറിച്ച് നരേന്ദ്രമോദി വിശദീകരിച്ചത് ഇങ്ങനെ. ആദ്യ ടേമിൽ ആളുകൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ ഡൽഹിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ ടേമിൽ ഞാൻ ഭൂതകാലത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിച്ചു. 3-ാം ടേമിൽ എൻ്റെ ചിന്ത മാറി, എൻ്റെ മനോവീര്യം ഉയർന്നു, എൻ്റെ സ്വപ്നങ്ങൾ വളർന്നു. 2047 ആസ്പിറേഷൻ ഇന്ത്യ, ആ സ്വപ്നവും നരേന്ദ്രമോദി പങ്കുവച്ചു. 2047 എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ പദ്ധതികൾ 100% ജനങ്ങളിലേക്ക് എത്തണം. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയും മതേതരത്വവും. ഇതിന് പിന്നിലെ പ്രേരകശക്തി AI ആസ്പിരേഷൻ ഇന്ത്യ. രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ അർപ്പണബോധവും പ്രതിബദ്ധതയും ആവശ്യമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിങ്ങൾ ആളുകൾക്ക് വേണ്ടി ഉണ്ടായിരിക്കണം. നിങ്ങളൊരു നല്ല ടീം കളിക്കാരനാകണം. എല്ലാറ്റിനുമുപരിയായി നിങ്ങൾ സ്വയം പരിഗണിക്കുകയാണെങ്കിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യും. ആദർശവാദം പ്രത്യയശാസ്ത്രത്തെക്കാൾ ഉയരെയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു.
പ്രത്യയശാസ്ത്രമില്ലാതെ രാഷ്ട്രീയം നടക്കില്ല. എന്നിരുന്നാലും ആദർശവാദം ഏറ്റവും മുകളിൽ തന്നെ ഉണ്ടാകണം. തന്റെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന വ്യക്തിയല്ല താനെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചയാൾ. പോഡ്കാസ്റ്റിലുടനീളം വ്യക്തമായ കാഴ്ചപ്പാട് തന്നെയാണ് നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പോഡ്കാസ്റ്റിൽ പറയുന്ന സംഭാഷണങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരുപാട് തിളക്കങ്ങളുണ്ട്. പച്ചയായ ജീവിതം തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും നിമിഷാർത്ഥത്തിൽ അദ്ദേഹം ഉത്തരം നൽകുന്നത് അതീവ നൈർമല്യം തുളുമ്പുന്ന ഭാഷയിൽ. സർ, എൻ്റെ ഹിന്ദിയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ തെക്കേ ഇന്ത്യക്കാരനാണ്. നിഖിൽ കാമത്തിന്റെ ഈ പ്രതികരണത്തിന് വളരെ വിചിത്രമായ ഉത്തരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. താൻ ഹിന്ദി പഠിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുമ്പോഴാണ് എന്ന് മോദി പ്രതികരിച്ചു. ഇറ്റാലിയൻ പിസ്സയാണ് തനിക്ക് ഇഷ്ടഭക്ഷണമെന്ന് നിഖിൽ കാമത്ത് പറഞ്ഞപ്പോൾ താൻ ഭക്ഷണപ്രിയനല്ല എന്ന മോദിയുടെ മറുപടി. താൻ റിസ്ക് എടുക്കാറുണ്ടെന്നും എന്നാൽ പരമാവധി റിസ്ക് എടുക്കാൻ തനിക്ക് ഇനിയും അവസരം കിട്ടിയിട്ടില്ല എന്നും നരേന്ദ്രമോദി ഈ പോഡ്കാസ്റ്റിൽ പറയുന്നു. ഇത്രയധികം റിസ്കുകൾ ജീവിതത്തിലെടുത്ത നരേന്ദ്രമോദിയുടെ വാക്കുകൾ. കുട്ടിക്കാലത്ത് വീട്ടുകാരുടെ മുഴുവൻ വസ്ത്രങ്ങളും താൻ കഴുകുമായിരുന്നു. അങ്ങനെയെങ്കിൽ കുളത്തിലേക്ക് പോകാൻ കഴിയുമെന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. വിദ്യാഭ്യാസം, രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, തിരിച്ചടികൾ, സമ്മർദ്ദങ്ങളെ അതിജീവിക്കൽ, നയ മാനേജ്മെന്റ്, ഈ വിഷയങ്ങളിലൊക്കെ തന്റെ കൃത്യതയോടെയുള്ള മറുപടിയാണ് മോദി പറയുന്നത്. ആരാണ് നല്ല രാഷ്ട്രീയക്കാരൻ? ഈ ചോദ്യത്തിനും നരേന്ദ്രമോദിയുടെ പക്കൽ ഉത്തരമുണ്ട്. രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് മുകളിലുള്ള ആളാണെന്നും മറ്റുള്ളവർ നിങ്ങളെ പിന്തുടർന്നുകൊള്ളും എന്നും കരുതിയാൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാം. പക്ഷേ നല്ല രാഷ്ട്രീയക്കാരനാകണമെന്നില്ല. താനൊരു VIP അല്ല, സാധാരണക്കാരനാണ് എന്ന് പോഡ്കാസ്റ്റിൽ നരേന്ദ്രമോദി പറയുന്നു. താൻ ഒരിക്കലും കംഫർട്ട് സോണിൽ പോയിട്ടില്ല. റിസ്ക് എടുക്കാനുള്ള കഴിവ് ഇതുവരെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല. സെറോദിയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം. 2005 അമേരിക്ക തനിക്ക് വിസ നിഷേധിച്ചിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ അമേരിക്കയിൽ പോകുന്നത് വലിയ കാര്യമായിരുന്നില്ല. ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അപമാനം തോന്നി. എന്നാൽ ഇന്ന് ഇന്ത്യയിലേക്കുള്ള വിസയ്ക്കായി ലോകം മുഴുവൻ ക്യൂ നിൽക്കുന്നു. അതാണ് ഇന്നത്തെ ഇന്ത്യ. എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നയാളല്ല ഞാൻ. ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചാണ് ഞാൻ വളർന്നത്. ആ പ്രത്യയശാസ്ത്രം കുറച്ച് വാക്കുകളിൽ വിശദീകരിക്കുകയാണെങ്കിൽ രാജ്യമാദ്യം എന്ന് ഞാൻ പറയും. നേഷൻ ഫസ്റ്റ് എന്ന ടാഗ്ലൈനുമായി യോജിക്കുന്നതെന്തും എൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഞാൻ എന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. തന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾക്ക് അപാരമായ അപകട സാധ്യതകളുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ നിഷ്പക്ഷരല്ല എന്ന് ലോകത്തോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമാധാനത്തിൻ്റെ പക്ഷക്കാരനാണ്. അതിനായി എന്ത് ശ്രമങ്ങൾ നടത്തിയാലും അതിനെ പിന്തുണയ്ക്കും. റഷ്യയോടും യുക്രൈനോടും ഇറാനോടും പലസ്തീനോടും ഇസ്രായേലിനോടും ഞാനിത് പറയുന്നു. ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളതുകൊണ്ട് അവർ എന്നെ വിശ്വസിക്കുന്നു. മോദിയുടെ വാക്കുകൾക്ക് കൂടുതൽ തിളക്കം കൈവരുന്നത് പോലെ. നിഖിൽ കാമത്തുമായുള്ള ഈ പോഡ്കാസ്റ്റിൽ നരേന്ദ്രമോദിയുടെ ഉത്തരങ്ങൾക്ക് കൂടുതൽ തിളക്കമുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.